നമുക്ക് മെഹന്തി ഡിസൈൻസിൻ്റെ ഡേ 6 നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്, അതേപോലെ തന്നെ അമ്മയാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് ചെറിയ രീതിക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞാൻ ഡേ 6 എന്നൊക്കെ ഇപ്പോൾ മെഹന്തിക്കാണ് കേട്ടോ എഴുതുന്നത്. നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് കയ്യിലൊക്കെ ഇട്ടാൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. ആദ്യം തന്നെ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്തിട്ട് വരയ്ക്കണമെന്ന്. പക്ഷെ നേരത്തെ ഉള്ളതിലൊക്കെ ഇതേ കണക്ക് നേരെ വരച്ച് പോയത് കൊണ്ട് എനിക്ക് കുത്തിടുന്ന കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി എന്നുള്ളതാണ് സത്യം. ആദ്യം നമ്മൾ 2 വര വരച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം വരച്ച വരയുടെ മുകളിൽ കൂടെ ഞാൻ ഈ വരയ്ക്കുന്ന പോലെ ഒരു റാ പോലെ അങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് പിന്നെയും ഒരു റാ പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്തും അതേ കണക്ക് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ അങ്ങ് ചെയ്ത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അതിൻ്റെ നടുക്ക് ഇതേപോലെ ഗ്യാപ്പുള്ള സൈഡിൽ ഒക്കെ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ലൈൻസിന് പകരം ഹമ്പോ അതല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇത് തന്നെ വരയ്ക്കണമെന്ന് പ്രത്യേകിച്ച് അങ്ങനെ നിർബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല. കാര്യം നമ്മൾ വരച്ച് പഠിക്കുന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പിൻട്രസ്റ്റ് റെഫറൻസാണ് കേട്ടോ. ചുമ്മാ പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് ആ വഴിക്ക് കിട്ടിയതാണ് ഇത്രയും. അതിൽ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഇനി അങ്ങോട്ട് വരുന്നതോറും കുഞ്ഞു ഡിസൈൻസാണ് വരുന്നത്. അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. കാര്യം എൻ്റെ മൈലാഞ്ചിയൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് അതൊന്ന് ബാലൻസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും കേട്ടോ ഇനി വരാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പുള്ള സൈഡിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും അത് ഫുള്ള് ആ മെഹന്തി വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അവിടെ വല്ല ഡിസൈൻ അവിടെ എന്തെങ്കിലും ഡിസൈനായിട്ട് കൊടുത്തിട്ട് ഇവിടെ വെറുതെ ഇടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ അതിങ്ങനെ വെറുതെ ഇട്ടേക്കുവാണ്. അപ്പം നമ്മളിതിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലൊക്കെ പോലത്തെ ഇതളുകളാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇതേപോലെ അങ്ങ് മൊത്തവും ഇതങ്ങ് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഞാനിതൊക്കെ വളരെ തെറ്റിച്ചാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം തെറ്റിക്കാണ്ട് വരയ്ക്കാനായിട്ട് നോക്കുക. ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വേറെ എന്തുകൊണ്ടൊക്കെ പോലെയൊക്കെയാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നോക്കുക, കറക്റ്റ് ചെയ്ത് വരയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കൂടെ ഞാനിപ്പോൾ ചെയ്യുന്ന കണ്ടില്ല, ഒന്ന് കടുപ്പിച്ച് കൊടുക്കുകയാണ്. അതായത് അതിൻ്റെ ആ ഒരു മോൾ ഭാഗം മാത്രം അങ്ങ് കടുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ പിന്നെ ആ ശരിയാവാഞ്ഞ ഭാഗം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ശരിയായിട്ടില്ല, ഓക്കെ കുഴപ്പമില്ല, നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മൾ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതേപോലത്തെ വരകളാണ് വരച്ച് കൊടുക്കുന്നത്. ഇതിലും ഞാൻ കുറച്ച് തെറ്റിച്ചിട്ടുണ്ട്. ഇതേപോലെ നീട്ടി വരയ്ക്കുന്ന സാധനം ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവും 2 രീതിയിലിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ ആദ്യം എങ്ങനെയാണോ വരച്ചത് അതേപോലെ തന്നെ മാക്സിമം വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് വരച്ച് പഠിച്ചാലേ അത് റെഡി ആവുള്ളൂ. നമ്മൾ ഒത്തിരി വരച്ച് വരുമ്പോഴേ അതങ്ങ് റെഡി ആകത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്ന ഡിസൈൻസൊക്കെ ഇതിലും നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. സീരിയസ് ആയിട്ട് അങ്ങോട്ട് പോകും തോറും വളരെ ചെറുതുമാണ്, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സിമ്പിളും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതേപോലത്തെ ജിലേബികൾ പോലത്തെ സാധനങ്ങളാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അതിലും ഞാൻ വലുതുമാക്കി പലതും പല ഷേപ്പിലൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണേ. പിന്നെ എൻ്റെ മൈലാഞ്ചി തീരാറായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഇതേ കണക്ക് ഹമ്പുകൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അതും പലതും പല ഷേപ്പിലാണ്. കാരണം എനിക്ക് അങ്ങ് വശവും അതേപോലെ തന്നെ വരയ്ക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ആയത്. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാനിത് വരച്ച് പോകുന്നുണ്ട്. കണ്ടോ? എന്തുകൊണ്ടൊക്കെ പോലെയാണ് ഞാനിപ്പോൾ വരയ്ക്കുന്ന ആ ഫ്ലവറൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ മൊത്തം ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിസൈൻ ആയതുകൊണ്ട് ഞാനിത് എല്ലാത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളുടെ ഡ്രോപ്സാണ്. അതൊരു വേറെ രീതിയിൽ ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇതേപോലെ ഞാനിവിടെ 5 ഡോട്ട് ഇട്ടിട്ട്
ഇതേ കണക്ക് ഡ്രോപ്സ് ആക്കി വരച്ചു കൊടുത്തിട്ട് മുകളിലത്തേന് മാത്രം മുകളിലേക്കും താഴത്തേക്കും ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ഒരെണ്ണത്തിന് മാത്രം അല്ല ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എല്ലാ ഫ്ലവേഴ്സിനും മൊത്തവും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കോണിന് കുറച്ച് പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ഡോട്ടഡ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഡോട്ടായിട്ട് വരും. അപ്പോഴത്തേക്കും ഇതേ കണക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് നല്ല ഭംഗിയില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഡ്രോപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഇത് വരച്ച് വെക്കുന്നത്. അതേ കണക്ക് നമ്മൾ ഉള്ള എല്ലാത്തിലും ഇതേപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ പലതും പല ഷേപ്പായി, പക്ഷേ എങ്കിലും കുഴപ്പമില്ല. നമ്മൾ 3 എണ്ണത്തിൽ ഇതേ കണക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം 2 വര വരച്ചില്ലെങ്കിൽ താഴത്തെ വരയിൽ ഇതേപോലത്തെ ഹമ്പുകളാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. കണ്ടോ, അതും ചെറുതായിട്ട് വലുതായിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മുടെ ഇതല്ലേ, നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ എന്നോർത്ത് നമ്മളിങ്ങനെ സമാധാനിക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്തത് നമ്മൾ ഇതേപോലെ 3 എണ്ണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ 3 കുത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.